ഹലോ ടീച്ചേഴ്സ്, നമസ്തേ. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹിന്ദിക്ക് പ്രസിദ്ധ കഹാനിയോം കെ പാത്ര എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അതുമാത്രമല്ല ഹിന്ദിക്ക് പ്രസിദ്ധ കഹാനിയോം പാത്ര കഹാനിക്കാർ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഉസ്നെ കഹാത്ത ചന്ദ്രധർ ശർമ്മ ഗുലേരി എഴുതിയ കഹാനിയാണ് ഉസ്നെ കഹാത്ത. അതിലെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് ആരൊക്കെയാണ്? ലഹന സിംഗ്, പല എക്സാമിനും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഉസ്നെ കഹാത്ത ചന്ദ്രധർ ശർമ്മ ഗുലേരി അതിലെ പാത്രങ്ങളാണ് ലഹന സിൻഹ്, സുബേദാർ ഹസാര സിംഗ്, ബോധ, വജീറ സിംഗ്, കീരത് സിംഗ്. അപ്പോൾ ആരൊക്കെയാണ്? ലഹന സിൻഹ്, സുബേദാർ ഹസാര സിൻഹ്, ബോധ, വസീറ സിൻഹ്, കീരത്ത് സിൻഹ്. അപ്പോൾ ഉസ്നെ കഹാത്ത ചന്ദ്രധർ ശർമ്മ ഗുലേരി എഴുതിയ കഹാനിയാണ്. അപ്പോൾ അടുത്തത് പ്രസാദ്, ജയശങ്കർ പ്രസാദ് എഴുതിയ കഹാനിയാണ് പുരസ്കാർ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് അരുൺ, മധൂലിക, കൗശൽ നരേഷ്, സേനാപതി. ആരൊക്കെയാണ്? അരുൺ, മധൂലിക, കൗശൽ നരേഷ്, സേനാപതി. പല എക്സാമിനും സെറ്റ്, കേട്ടറ്റ് പോലെയുള്ള എക്സാമിനൊക്കെ ചോദിക്കാറുള്ളതാണ്. മധൂലിക ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജയശങ്കർ പ്രസാദ് എഴുതിയ കഹാനിയാണ് പുരസ്കാർ. അതിലെ കഥാപാത്രങ്ങളാണ് ആരൊക്കെ? അരുൺ, മധൂലിക, കൗശൽ നരേഷ്, സേനാപതി. അടുത്തത് ഫണീശ്വർനാഥ് രേണു എഴുതിയ കഹാനിയാണ് തീസരി കസം. അപ്പോൾ ഇതിലെ കഥാപാത്രങ്ങളാണ് ആരൊക്കെ? ഹീരാമൻ, ഹീരാബായി. അപ്പോൾ ഹീര വെച്ചിട്ടുള്ള തന്നെയാണ് രണ്ടും, ഹീരാമനും ഹീരാബായി ആണ്. അപ്പോൾ ഇതിലെ കഥാപാത്രങ്ങളാണ് തീസരി കസം. ആരാണ് എഴുതിയത്? ഫണീശ്വർനാഥ് രേണു. അടുത്തത് ഫണീശ്വർനാഥ് രേണുവിൻ്റെ തന്നെ ഒരു കഹാനിയാണ് ലാൽ പാൻ കി ബേഗം. അപ്പോൾ ഇതിലെ കഥാപാത്രങ്ങളാണ് ബിർജു, മാ, ചമ്പിയ, ജംഗി കി പതോഹോ. അപ്പോൾ ആരൊക്കെയാണ്? ബിർജു, മാ, ചമ്പിയ, ജംഗി കി പതോഹോ. അപ്പോൾ അത് ലാൻ പാൻ കി ബേഗം ഫണീശ്വർനാഥ് രേണു എഴുതിയ കഹാനിയാണ്. അടുത്തത് ഫണീശ്വർനാഥ് രേണു തന്നെ എഴുതിയ ഒരു കഹാനിയാണ് രസ് പ്രിയ. ഏതാണ്? രസ് പ്രിയ. ഫണീശ്വർനാഥ് രേണു എഴുതിയത് ആരാണ്? രേണു ആണ്. അപ്പോൾ അതിലെ കഥാപാത്രങ്ങളാണ് മോഹന, മിർദാംഗിയ. ആരൊക്കെയാണ്? മോഹന, മിർദാംഗിയ, രണ്ട് ക്യാരക്ടേഴ്സ് ആണ്. അടുത്തത് രാംഗേ രാഘവ് എഴുതിയ ഒരു പ്രധാനപ്പെട്ട ഒരു കഹാനിയാണ് ഗദൽ. അതിലെ കഥാപാത്രമാണ് ഗദൽ. പേര് പോലെ തന്നെ ഒരു കഥാപാത്രവുമുണ്ട്. ഗദൽ, നിഹാൽ, നാരായൺ. അപ്പോൾ 3 കഥാപാത്രങ്ങളാണുള്ളത്. ഗദൽ, നിഹാൽ, നാരായൺ. അടുത്തത് നമുക്കറിയാം ചീഫ് കി ദാവത്ത് എഴുതിയത് ഭീഷ്മ സാഹ്നിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ചീഫ് കി ദാവത്ത്. ആരാണ് എഴുതിയത്? ഭീഷ്മ സാഹ്നി. അപ്പോൾ അതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? മിസ്റ്റർ ശ്യാംനാഥ്, ബൂഢിമ പത്നി. അപ്പോൾ നമുക്കറിയാം മിസ്റ്റർ ശ്യാംനാഥ്, ബൂഢിമ പത്നി. അടുത്തത് മോഹൻ രാകേഷ് എഴുതിയ ഒരു കഥയാണ് ഏക് ഓർ ജിന്ദഗി. അപ്പോൾ ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് പ്രകാശ്, ബീന, നിർമ്മല, ബച്ച. ആരൊക്കെയാണ്? പ്രകാശ്, ബീന, നിർമ്മല, ബച്ച. അപ്പോൾ മോഹൻ രാകേഷിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇത് ഏക് ഓർ ജിന്ദഗി. ഇനി അദ്ദേഹം എഴുതിയൊരു മറ്റൊരു കഹാനിയാണ് ആർദ്ര എന്നുള്ളത്. അപ്പോൾ ഇതിലെ കഹാനി വജൻ, ലാലി, ബിന്നി. ആരൊക്കെയാണ്? 3 ക്യാരക്ടേഴ്സാണ്. വജൻ, ലാലി, ബിന്നി. അടുത്തത് നിർമ്മൽ വർമ്മ എഴുതിയ പ്രധാനപ്പെട്ട ഒരു സ്റ്റോറിയാണ്, കഹാനിയാണ് പരിന്ത്. അപ്പോൾ ഇതിലെ ക്യാരക്ടേഴ്സാണ് ലതിക, ഡോക്ടർ മുഖർജി, മിസ്റ്റർ ഹ്യൂബർട്ട്, ഗിരീഷ് ഫാദർ, എൽമണ്ട്, മിസ് വുഡ്. ആരൊക്കെയാണ്? ലതിക, ഡോക്ടർ മുഖർജി, മിസ്റ്റർ ഹ്യൂബർട്ട്, ഗിരീഷ് ഫാദർ, എൽമണ്ട്, മിസ് വുഡ്. അപ്പോൾ പരിന്ത് നിർമ്മൽ വർമ്മയാണ്, മാറിപ്പോകരുത്. അടുത്തൊരു കഹാനിയാണ് ഏക് പതി കെ നോട്ട്സ് ആണ് മഹേന്ദ്ര ബല്ല. അപ്പോൾ മഹേന്ദ്ര ബല്ല എഴുതിയ ഏക് പതി കെ നോട്ട്സ് ആണ്. അപ്പോൾ ഇതിൽ പതി, സീത, സന്ധ്യ 3 ക്യാരക്ടേഴ്സാണ്. പതി, സീത, സന്ധ്യ. അപ്പോൾ ഈ പേര് ഇതുപോലെ തന്നെ ഒരു പേര് മാറിപ്പോവാൻ സാധ്യതയുള്ള ഒരു കഹാനിയുടെ പേരാണ് ഏക് പത്നി കെ നോട്ട്സ്. അപ്പോൾ അത് എഴുതിയത് മമത കാലിയാണ്. ഇത് ഏക് പതിയാണ്. ഏക് പതിയുടെ നോട്ട്സ് എഴുതിയത് മഹേന്ദ്ര ബല്ലയാണ്. മഹേന്ദ്ര ബല്ല പതിയുടെ നോട്ട്സും പത്നിയുടെ നോട്ട്സ് എഴുതിയത് മമത കാലിയുമാണ്. അപ്പോൾ അത് മാറിപ്പോകരുത്. അടുത്തത് കസായി ബാഡ, ശിവമൂർത്തിയുടെ ഒരു കഹാനിയാണ് കസായി ബാഡ. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ശനിചരി, പ്രധാൻ, ദരോഗ, ലീഡർ. അപ്പോൾ ആരൊക്കെയാണ്? ശനിചരി,
പ്രധാൻ ദാരോഗ ലീഡർ. അടുത്തത് അമർകാന്തിൻ്റെ ഒരു സ്റ്റോറിയാണ്, കഹാനിയാണ് ജിന്ദഗി ഓർ ജോങ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? രജുവ, ശിവനാഥ് ബാബു, ശനിശ്വരി ദേവിയാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി പറയാം, രജുവ, ശിവനാഥ് ബാബു, ശനിശ്വരി ദേവി. അപ്പോൾ ജിന്ദഗി ഓർ ജോങ് അമർകാന്ത് എഴുതിയ കഹാനിയാണ്. അതിലെ ക്യാരക്ടേഴ്സാണ് രജുവ, ശിവനാഥ് ബാബു, ശനിശ്വരി ദേവിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ക്യാരക്ടേഴ്സ് ഏത് കഹാനിയിലാണെന്ന് നോക്കാം നമുക്ക്. ജഹാം ലക്ഷ്മി കൈദേഹ. അപ്പോൾ രാജേന്ദ്ര യാദവ് എഴുതിയ കഹാനിയാണ് ജഹാം ലക്ഷ്മി കൈദേഹ. അപ്പോൾ ലക്ഷ്മി ഗോവിന്ദ്, ലാല, രൂപാറാം, രാം സ്വരൂപാണ് ക്യാരക്ടേഴ്സ്. ആരൊക്കെയാണ്? ലക്ഷ്മി, ഗോവിന്ദ്, ലാല, രൂപാറാം, രാം സ്വരൂപാണ്. അടുത്തത് ഹാമിദ്, അമീന, മൊഹസീൻ, സമ്മി, നൂറെ, മഹ്മൂദ്. ഇതൊക്കെ ഈദ്ഗാഹിലെ ക്യാരക്ടേഴ്സാണ്. നമുക്കറിയാം ഈദ്ഗാഹ് പ്രേംചന്ദ് എഴുതിയ കഹാനിയാണ്. പ്രേംചന്ദിന് കുറച്ച് കഹാനികളാണ് ഇനി പറയുന്നത്. ഏതൊക്കെയാണ്? ഈദ്ഗാഹ്, പഞ്ച് പരമേശ്വർ, മന്ത്ര്, ശതരഞ്ജ് കെ കിലാടി, ഠാക്കൂർ കാ കുവാ, നമക് കാ ദാരോഗ, പൂസ് കി രാത്ത്, ബഡേ ഘർ കി ബേട്ടി, സദ്ഗതി, സുജാൻ ഭഗത്, ദോ ബൈലോം കി കഥ, കഫൻ. അപ്പോൾ ഈദ്ഗാഹ് തൊട്ട് കഫൻ വരെ ആരുടെ കഹാനിയാണ്? പ്രേംചന്ദിൻ്റെ ആണ്. അപ്പോൾ ചിലതൊന്നും നോട്ട് ചെയ്തിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രേംചന്ദാണ്, മാറിപ്പോരുത്. അപ്പോൾ ഈദ്ഗാഹിലെ ക്യാരക്ടേഴ്സാണ് ഹാമിദ്, അമീന, മൊഹസീൻ, സമ്മി, നൂറെ, മഹ്മൂദ് എന്നുള്ളത്. അടുത്തത് പ്രേംചന്ദിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കഹാനി തന്നെയാണ് പഞ്ച് പരമേശ്വർ. അപ്പോൾ ജുമ്മൻ ഷേഖ്, അൽഗു ചൗധരി. അപ്പോൾ അൽഗു ചൗധരി ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പഞ്ച് പരമേശ്വറിലെ കഥാപാത്രങ്ങളാണ് ജുമ്മൻ ഷേഖും അൽഗു ചൗധരി കേട്ടോ, മാറിപ്പോരുത്. അടുത്തത് മന്ത്ര എന്നുള്ള ഒരു കഹാനിയാണ്. ഇതിലെ മെയിൻ കഥാപാത്രങ്ങൾ കൈലാഷ്, ഡോക്ടർ ചഡ്ഡ എന്നുള്ളതാണ്. അപ്പോൾ കൈലാഷും ഡോക്ടർ ചഡ്ഡ ഏതിലെ കഥാപാത്രങ്ങളാണ്? പ്രേംചന്ദിൻ്റെ മന്ത്ര എന്ന കഹാനിയിലെ കഥാപാത്രങ്ങളാണ്. അടുത്തത് ശതരഞ്ജ് കെ കിലാടി. അതിലെ മെയിൻ ക്യാരക്ടേഴ്സാണ് മിർസ, സജ്ജാദ്, അലി, മീർ, ബേഗം. അപ്പോൾ ശതരഞ്ജ് കെ കിലാടി പ്രേംചന്ദ് എഴുതിയൊരു കഹാനിയാണ്. അതിലെ മെയിൻ ക്യാരക്ടേഴ്സാണ് മിർസ, സജ്ജാദ്, അലി, മീർ, ബേഗം എന്നുള്ളത്. അടുത്തത് ഠാക്കൂർ കാ കുവ, പ്രേംചന്ദ് എഴുതിയ ഒരു പ്രധാനപ്പെട്ട ഒരു കഥയാണ്. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ പഠിക്കാനുള്ള ഒരു കഥയാണ്. അപ്പോൾ നമുക്കറിയാം ജോക്കു, ഗംഗി, ഠാക്കൂറാണ് മെയിൻ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇതിലെ പതി പത്നിയാണ് ജോക്കും ഗംഗയും, പിന്നെ ഉള്ള ഒരു ക്യാരക്ടറാണ് ഠാക്കൂർ. അപ്പോൾ നമുക്കറിയാം ഠാക്കൂർ കാ കുവ പ്രേംചന്ദ് എഴുതിയ ഒരു ജാതി പ്രഥേനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഹാനിയാണ്. അടുത്തത് നമക് കാ ദാരോഗ. അപ്പോൾ ഇതിലെ ക്യാരക്ടേഴ്സാണ് വംശീധർ, പണ്ഡിത്, അലോപിദീൻ. അപ്പോൾ ആരൊക്കെയാണ്? നമക് കാ ദാരോഗ പ്രേംചന്ദ് എഴുതിയൊരു കഹാനിയാണ്. വംശീധർ, പണ്ഡിത്, അലോപിദീനാണ്. പണ്ഡിത് അലോപിദീനും വംശീധറുമുള്ള ഒരു ക്യാരക്ടേഴ്സ് ഉള്ള ഇതിലാണ് നമക് കാ ദാരോഗ. അടുത്തത് പൂസ് കി റാത്ത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഹൽക്കു, മുന്നി, ജബറ. അപ്പോൾ നമുക്കറിയാം ഹൽക്കു, മുന്നിയും ജബറ ഉള്ളത് ഏതിലാണ്? പൂസ് കി റാത്താണ്. പ്രേംചന്ദ് എഴുതിയ കഹാനിയാണ്. അപ്പോൾ ഹൽക്കു ചോദിക്കാറുണ്ട്, ജബറ ഏത് കഹാനിയിലെ ക്യാരക്ടേഴ്സാണെന്ന് പല എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് മാറിപ്പോവരുത്. അടുത്തത് ബഡേ ഘർ കി ബേട്ടി, പ്രേംചന്ദ് എഴുതിയ മറ്റൊരു കഹാനിയാണ്. ബഡേ ഘർ കി ബേട്ടി, ബേനി മാധവ് സിൻഹ്, ശ്രീകണ്ഠ്, ലാൽ ബിഹാരി ആനന്ദി. ആരൊക്കെയാണ്? ബേനി മാധവ് സിൻഹ്, ശ്രീകണ്ഠ്, ലാൽ ബിഹാരി ആനന്ദി. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സ് വരുന്നത് ഏതിലാണ്? ബഡേ ഘർ കി ബേട്ടി പ്രേംചന്ദ് എഴുതിയ ഒരു കഹാനിയാണ്. അടുത്തത് സദ്ഗതി. അത് ആരെഴുതിയതാണ്? പ്രേംചന്ദ് തന്നെ എഴുതിയതാണ്. അപ്പോൾ ഇതിലെ എന്താണ് ക്യാരക്ടേഴ്സ്? ദുഃഖി ചമാർ, ചുരിയ, പണ്ഡിറ്റ്, ഘാസിറാം. അപ്പോൾ ആരൊക്കെയാണ്? ദുഃഖി ചമാർ, ചുരിയ, പണ്ഡിറ്റ്, ഘാസിറാം ഒക്കെ സദ്ഗതിയിൽ വരുന്ന ക്യാരക്ടേഴ്സാണ്. പ്രേംചന്ദാണ് എഴുതിയത്, മാറിപ്പോരുത്. അത് സുജാൻ ഭഗത് പ്രേംചന്ദ് എഴുതിയതാണ്. പേരിലുള്ള ഒരു ക്യാരക്ടർ തന്നെ ഉണ്ട്, കഹാനിയുടെ പേരിലുള്ള ഒരു ക്യാരക്ടർ തന്നെ ഉണ്ട്. സുജാൻ മെഹത്തോ, ബുലാക്കി, ഭോല. അപ്പോൾ എന്താണ് സുജാൻ ഭഗത്തിലുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? സുജാൻ മെഹത്തോ, ബുലാക്കി, ഭോല എന്നീ ക്യാരക്ടേഴ്സ് വരുന്നതാണ് പ്രേംചന്ദിൻ്റെ ഏതാണ് സദ്ഗതി എന്നുള്ള കഹാനി. അടുത്തത് ദോ ബൈലോം കി കഥ. നമ്മൾ കുറച്ചു മുമ്പ് പണ്ടൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കഥയാണ്. എന്താണ് ദോ ബൈലോം കി കഥ. അപ്പോൾ ചുരി, ഹീര, മോത്തി. അപ്പോൾ എന്താണ് ചുരി, ഹീര, മോത്തി.
കാളകളുടെ പേരും പിന്നെ ആ കാളേനെ നോക്കുന്ന ഉടമസ്ഥൻ്റെ പേരുമാണ്. അപ്പോൾ മാറിപ്പോയത് ചുരി ഹീര മോത്തിയാണ്. ധോബൈലോം കി കഥയാണ്. പ്രേംചന്ദ് എഴുതിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഹാനിയാണ്. അടുത്തത് കഫൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥയാണ് പ്രേംചന്ദിൻ്റെ. നമുക്കറിയാം മാധവ് ഗീസു ആണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നത്. അച്ഛനും മകനുമാണ്. പിന്നെ ബുദ്ധിയ എന്നുള്ളൊരു ക്യാരക്ടേഴ്സും ഉണ്ട്. ആ 3 ക്യാരക്ടേഴ്സാണ് വരുന്നത്, മാധവ്, ഗീസു, ബുധിയ. അപ്പോൾ നമുക്കതിൻ്റെ കഹാനിയൊക്കെ നമുക്കറിയാം. പ്രേംചന്ദിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഹാനിയാണ്. അടുത്തൊരു സ്റ്റോറിയാണ് റസിയ ബാലം എന്നുള്ളത്. അപ്പോൾ ജയശങ്കർ പ്രസാദിൻ്റെ ഒരു സ്റ്റോറിയാണ്, കഹാനിയാണ് റസിയ ബാലം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു ക്യാരക്ടറുള്ളൂ, ബൽവന്താണ്. അപ്പോൾ ഇത്രയും ഹിന്ദിയിലെ പ്രസിദ്ധമായിട്ടുള്ള കഹാനിക്കാർ, കഹാനിയിലെ പാത്രമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും അത് നന്നായിട്ട് നോക്കുക. ധന്യവാദം.